ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു 11ാമത്തെ ആഴ്ചയിലെ എവിഷനിൽ അപ്സരയും അതുപോലെ തന്നെ അൻസിബയും ബിഗ് ബോസ് മലയാളം സീസൺ 6 വിട പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഇന്നത്തെ എവിഷൻ്റെ കാര്യങ്ങളുമായിട്ടടങ്ങിയ ഒരു പ്രൊമോ ഒക്കെ ഏഷ്യാനെറ്റ് പുറത്ത് വിട്ട് കഴിഞ്ഞു. അതിൽ നമ്മുടെ അപ്സരയാണ് പുറത്തേക്ക് പോകുന്നത്. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ അപ്സര പുറത്തേക്ക് പോകുന്നതും നാളത്തെ എപ്പിസോഡിലായിരിക്കും അൻസിബ പുറത്തേക്ക് പോകുന്നതും കാണിക്കുന്നത്. അപ്സരയുടെ എവിക്ഷൻ ഏതാണ്ട് 100% കൺഫേംഡ് തന്നെയാണ്. എന്നാൽ അൻസിബയുടെ എവിക്ഷൻ ഞാൻ 100% പറയുന്നില്ല, ഒരു 99.9% പിടിച്ചു. ഇനി ആ 1% എവിടെയെങ്കിലും മാറി തിരിഞ്ഞ് ബിഗ് ബോസ് ഒരു ടെസ്റ്റോ കാര്യങ്ങളോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ന് പറയരുത്. എന്തും നടക്കാമല്ലോ, ബിഗ് ബോസ് അല്ലേ. ഒന്ന് മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമായിട്ട് വേറെന്തെങ്കിലും ഒന്ന് മാറ്റി വേറെ ആരെയെങ്കിലും പുറത്താക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ സീക്രട്ട് റൂമിലേക്ക് മാറ്റുകയോ എന്തെങ്കിലും ചെയ്താലോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നിരുന്നാൽ പോലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2 പേരും ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്ന് ഔട്ടായിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് അപ്സരയുടെ കാര്യം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ രാവിലെയും ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടിരുന്നു. നമുക്ക് അപ്സരയും അതുപോലെ തന്നെ അൻസിബയും എവിറ്റായി എന്നും പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടതാണ്. എന്നാൽ ഋഷിയും ശ്രീതുവും അതുപോലെ തന്നെ നമുക്ക് പല അൺഒഫീഷ്യൽ പോളുകളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കുറവുള്ളതായി കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ ഓഡിയൻസിൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇവരായിരുന്നു പോകേണ്ടത്. നമ്മുടെ അപ്സര അതോടൊപ്പം ഋഷി അല്ലെന്നുണ്ടെങ്കിൽ ശ്രീതുവാണ് ഓഡിയൻസിൻ്റെ വോട്ടിങ്ങിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് പുറത്തേക്ക് പോകേണ്ടത് എങ്കിൽ കഴിഞ്ഞ ഒരു മിഡ് വീക്ക് എവിഷനാണ് നോക്കിയാൽ കഴിഞ്ഞാൽ പോലും നമുക്കറിയാം അപ്സരയ്ക്കും വോട്ട് കുറവായിരുന്നു. അപ്പം അത് തന്നെയാണ് ഈ ഒരു ആഴ്ചയിൽ നടന്നിരിക്കുന്നത്. അപ്സരയ്ക്ക് ഓൾറെഡി വോട്ട് കുറവാണ്. എന്നാൽ അടുത്ത ഒരാൾ അൻസിബയാണ്. അൻസിബയ്ക്ക് നിലവിൽ നമുക്ക് കമ്മ്യൂണിറ്റി പോളുകളും അതുപോലെ തന്നെ പല അൺഒഫീഷ്യൽ പോളുകളും നോക്കിക്കഴിഞ്ഞാൽ അറിയാം അൻസിബയ്ക്ക് അത്യാവശ്യം വോട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇതൊരു ഫെയർ ആയിട്ടുള്ള എവിഷൻ ആണോ എന്ന് നിങ്ങൾ പ്രേക്ഷകരൊന്ന് പറയുക. കാരണം അൻസിബയ്ക്ക് മുമ്പായിരുന്നു ഈ ഒരു 11ാമത്തെ ആഴ്ച എത്തി, ഒരു 8ാമത്തെ 9ാമത്തെ ആഴ്ചകൾക്ക് മുന്നേ ആയിരുന്നു ഈ അൻസിബയെ പുറത്താക്കിയത് എങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. ആ സമയത്തൊന്നും കാര്യമായിട്ടുള്ള കണ്ടന്റുകളോ കാര്യങ്ങളോ അൻസിബ കൊടുക്കുന്നില്ല. ആദ്യ ഒരു 5-6 ആഴ്ചകൾ അൻസിബയെ സംബന്ധിച്ച് ഒന്നുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം അൻസിബ ചെറിയ രീതിയിലെങ്കിലും കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രേക്ഷകരെ ക്രൗഡ് പുള്ളിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള നിലപാടുകളും സ്റ്റേറ്റ്മെൻറ്റുകളും പുറത്തേക്ക് വരുന്നുണ്ട്. പല കണ്ടസ്റ്റൻസിനെയും വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ഥിതിയിൽ നിൽക്കുമ്പോൾ അൻസിബയുടെ ഒരു എവിഷൻ എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് പറയുക. ഇതിപ്പോൾ ബിഗ് ബോസിൻ്റെ താല്പര്യാർത്ഥത്തിന് വേണ്ടിയാണോ അൻസിബയെ ഇപ്പോൾ പുറത്തേക്ക് ആക്കുന്നത് എന്നെനിക്കൊരു സംശയമുണ്ട്. ഞാൻ മുൻ വീഡിയോയിലും പറഞ്ഞിരുന്നു, ബിഗ് ബോസിന് താല്പര്യമുള്ള ജാസ്മിനെ പോലെയുള്ള കണ്ടസ്റ്റൻസിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് എതിരെ അൻസിബ വരുമോ, അവർക്ക് മുകളിൽ ഇനി അൻസിബ വരുമോ എന്ന് കരുതിയാണോ അൻസിബയെ ഈ ഒരു സമയത്ത് പുറത്താക്കുന്നത് എന്ന് എനിക്ക് വളരെ സംശയമുണ്ട്. കാരണം അൻസിബയൊക്കെ ഈ ഒരു സമയത്ത് അത്യാവശ്യം കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൻസിബയുടെ അത്രയും പോലും ഒന്നും ചെയ്യാതെ അവിടെ നിൽക്കുന്ന പല കണ്ടസ്റ്റൻസും ഉണ്ട്. നമ്മുടെ ഓഡിയൻസിൻ്റെ ഒരു അൺഒഫീഷ്യൽ പോളുകളും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വോട്ട് കുറവുള്ള ശ്രീതു അതുപോലെ തന്നെ ഋഷിയൊക്കെ വോട്ട് കുറഞ്ഞ് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ശ്രീതു ഒക്കെ അവിടെ നിൽക്കുമ്പോൾ ശരിയാണ്, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അൻസിബയ്ക്കും ഈ പറഞ്ഞതുപോലെ വലിയ കാര്യമായിട്ടുള്ള കണ്ടന്റുകളില്ല. പക്ഷേ ഇപ്പോൾ കണ്ടന്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നേരത്തെ തന്നെ പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു അൻസിബ. പക്ഷേ ഇപ്പോൾ ഒരു വിടേണ്ട ഒരു അൺഫെയർ ആയിട്ടുള്ള എവിഷനാണ് നിലവിലെ നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ബിഗ് ബോസിൻ്റെതായ താല്പര്യങ്ങളും ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചില കണ്ടസ്റ്റൻസിനെ ചില സമയത്ത് തഴയും. അതുതന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിഗ് ബോസിന് താല്പര്യമുള്ള ചില കണ്ടസ്റ്റൻസിന് എതിരെ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് മുകളിലേക്ക് അൻസിബ ശക്തമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് വരും. പ്രേക്ഷകർക്കിടയിൽ നല്ല ചലനം സൃഷ്ടിച്ച് പ്രേക്ഷക സപ്പോർട്ട് നേടുമെന്നൊരു സമയം ആണിപ്പോൾ. അപ്പോൾ അതിനെ ഒന്ന് ഓവർകം ചെയ്യുക എന്നത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്തെ അൻസിബിനെ പുറത്താക്കാനുള്ള അവസരമുള്ളൂ. ചിലപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു ശതമാനം പ്രേക്ഷകരും അൻസിബയ്ക്ക് സപ്പോർട്ട് ചെയ്തു എന്ന് വരും. എന്തായാലും അതും കൂടെ മുൻകൂട്ടി കണ്ടാവണം അൻസിബിനെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു 99.9% ഉറപ്പിച്ചു അൻസിബയാണ് പുറത്തു പോയിരിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അപ്സര പുറത്തു പോകുന്നത് കാണാൻ സാധിക്കും. ഓൾറെഡി പ്രൊമോയും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.